പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 6:16 ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുവാൻ പിതാവായ ദൈവത്തിന് ഹിതമായി തീർന്നു. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നടക്കേണ്ടതിന്, ഹല്ലേലൂയ, അവരുടെ നടുവിൽ ഞാൻ ഇരിക്കേണ്ടതിന് എനിക്ക് ഒരു ആലയം ഉണ്ടാക്കണം, എനിക്കൊരു കൂടാരം ഉണ്ടാക്കണമെന്ന് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 25 ഹല്ലേലൂയ ദൈവം മോശയോട് അരുളി ചെയ്തു. ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നടക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് കൂടെ ഇരിക്കാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണമെന്ന് ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്തു. ഞാൻ ആ ജനത്തിൻ്റെ നടുവിൽ നടക്കുമ്പോൾ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായി തീരും. ദൈവത്തിൻ്റെ പദ്ധതി അതാ, ഹല്ലേലൂയ, മനുഷ്യരുടെ കൂടെ നടക്കുക. എന്നാൽ വേദപുസ്തകം ഹല്ലേലൂയ നാം വായിച്ചു നോക്കുമ്പോൾ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8 അതിൻ്റെ 27 ഹല്ലേലൂയ ശലോമോൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, നീ സ്വർഗത്തിലും അടങ്ങാത്ത ഒരു ദൈവമാ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ആലയത്തിൽ നീ എങ്ങനെ വസിക്കും? ആദ്യത്തെ ആലയം ശലോമോൻ ഏറ്റവും മനോഹരമായി ഉണ്ടാക്കി. ദൈവം പറഞ്ഞ മാതൃക പ്രകാരം ഉണ്ടാക്കി. ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ഉണ്ടാക്കി. ദൈവമാണ് പറഞ്ഞു കൊടുത്തത് എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ ഹല്ലേലൂയ അതിനകത്ത് വേണമെന്ന് ഹല്ലേലൂയ ദൈവം പറഞ്ഞു കൊടുത്തു. ദൈവം കൊടുത്ത അതേ പ്ലാൻ വെച്ച് ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ വിചാരപ്രകാരം, ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം ഏറ്റവും നന്നായി ശലോമോൻ ഉണ്ടാക്കിയതിന് ശേഷം ജ്ഞാനിയായ ശലോമോൻ്റെ തലയിൽ ഹല്ലേലൂയ ദൈവം അങ്ങനെ ഒരു വെളിവ് കൊടുത്തു, അങ്ങനെ ഒരു റെവലേഷൻ കൊടുത്തു. എന്നിട്ട് ശലോമോൻ ചോദിക്കുന്നു ദൈവത്തോട്, ദൈവമേ, നിന്നെ സ്വർഗത്തിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ, മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരാലയത്തിൽ നീ എങ്ങനെ വസിക്കും? പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ ആലയത്തിൽ വന്ന് മുഴങ്കാലും അടക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണം. ദൈവത്തെ ഒരാലയത്തിനകത്ത് കുടിയിരുത്താൻ പറ്റത്തില്ല, ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഹല്ലേലൂയ നിവാസം ഒരാലയമല്ലെന്ന് ശലോമോന് മനസ്സിലായി. ഹല്ലേലൂയ വലിയവനായ ദൈവത്തെ ഹല്ലേലൂയ മനുഷ്യൻ്റെ കരം കൊണ്ടുണ്ടാക്കിയ ഒരാലയത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതാ ഇവിടെ നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു, അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമല്ലേ. ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമാണ്. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3 ഹല്ലേലൂയ 19 16 17 വാക്യത്തിലും 6 19 20 നാം ഇത് തന്നെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ ശരീരം ഹല്ലേലൂയ ആയി നിങ്ങളുടെ ശരീരത്തെ ദൈവം മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ കർത്താവ് വില കൊടുത്ത് വാങ്ങിയിരിക്കുക. കർത്താവ് അതിനൊരു വില കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ അതേ കർത്താവ് അല്ലെങ്കിൽ തൻ്റെ രക്തം കൊടുത്ത് നമ്മെ പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി പകരക്കാരനായി. എന്തിനു വേണ്ടിയാ? നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റാൻ. അപ്പസ്തോലനായ പൗലോസ് ഹല്ലേലൂയ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 6 15 മുതലുള്ള വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് തിമോത്തിയോസ് വിവരിച്ചു പറയുന്നു. ആരാ ദൈവം? അവൻ ധന്യനായ ഏകാധിപതി, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ, മനുഷ്യർക്ക് ആർക്കും അടുക്കാൻ പറ്റാത്ത ഒരു ദൈവം, വലിയവനായ ദൈവം, മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത അമർത്യനായ ദൈവം. ഹല്ലേലൂയ, മനുഷ്യൻ്റെ ഹല്ലേലൂയ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വലിയ ദൈവം. പക്ഷേ ബൈബിളിൽ ഇങ്ങനൊരു കാര്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നു. അവൻ തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തും.
തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യക്ഷത തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാ. ഹല്ലേലൂയ. ശരിയാ, അപ്പസ്തലനായ പൗലോസ് എഴുതിയതെല്ലാം ശരിയാ. അവൻ ധന്യനായ ഏകാധിപതിയാ, അവൻ വലിയനായ ദൈവമാ, ഭൂമിയിലെ വെള്ളത്തെ തൻ്റെ ഉള്ളം കയ്യിൽ കോരുന്ന ദൈവമാ, പർവ്വതങ്ങളെ വെള്ളിത്തുലാസ് കൊണ്ട് തൂക്കുന്ന വലിയ ദൈവമാ. ഹല്ലേലൂയ. ഭൂമിയിലെ പൊടിയെ തൻ്റെ നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അങ്ങനത്തെ വലിയവനായ ദൈവം, ഹല്ലേലൂയ, തക്ക സമയത്ത് ഹല്ലേലൂയ. സഹോദര സഹോദരി, നീ ജീവിതത്തിൽ നിലവിളിക്കുന്ന ആ സമയത്ത് നിനക്ക് വേണ്ടി തൻ്റെ പ്രത്യക്ഷത അരുളും. ഹല്ലേലൂയ. അതുമാത്രവുമല്ല, ഇതാ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു, ഈ വലിയ ദൈവം ഒരു യോഗ്യതയുമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. ഒരു കുരുടൻ്റെ കണ്ണ് തുറക്കുന്നതല്ല അത്ഭുതം, മരിച്ചവൻ ഉയർക്കുന്നതല്ല അത്ഭുതം. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നതല്ല അത്ഭുതം. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതല്ല അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നാഥനായി, നമ്മുടെ അപ്പനായി, നമ്മെ വഴി നടത്തുന്നവനായി, നമ്മുടെ കർത്താവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാ അത്ഭുതം. സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ഒരു ദൈവം ഒരു യോഗ്യതയുമില്ലാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ വന്ന് വസിക്കുന്നത്, മനുഷ്യനെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റിയതാ ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഞാൻ വലിയ ദൈവത്തിൻ്റെ ആലയമാ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആലയമാ. അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതം വിശുദ്ധിയോട്, വെടിപ്പോട്, വേർപാടോടെ നമുക്ക് ജീവിക്കാം, ഭയഭക്തിയോടുകൂടെ ജീവിക്കാം. നാം ദൈവത്തെ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കർത്താവിൻ്റെ ആലയമാ, കർത്താവിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാ. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, അവൻ അത്ഭുത മന്ത്രി. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.